എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാള സാഹിത്യത്തിലെ ഒരു 1870-കൾക്ക് ശേഷം, കൃത്യമായിട്ടൊരു കൊല്ലം ഞാൻ പറയുന്നില്ല, ഒരു 870-കൾക്ക് ശേഷം സജീവമായി വന്ന ഒരു സാഹിത്യശാഖയാണ് ആത്മകഥ, അതുപോലെ ജീവചരിത്രം. ഇവയൊക്കെ എന്താണ് ഈ ആത്മകഥയും ജീവചരിത്രമുള്ള ഒരു പ്രധാന വ്യത്യാസം? നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് ആത്മകഥകളും ജീവചരിത്രങ്ങളും ഒക്കെ, അല്ലേ? അപ്പോൾ അതിനകത്ത് എന്താ ഈ ആത്മകഥ ജീവചരിത്രം എന്നൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാം. നമ്മൾ പ്രധാനപ്പെട്ട ആളുകൾ, ഒരുപാട് ആളുകൾ, മഹത് വ്യക്തികളൊക്കെ ആത്മകഥകൾ എഴുതിയിട്ടുണ്ട്, അല്ലേ? അതുപോലെ തന്നെ അവരുടെയൊക്കെ ജീവചരിത്രങ്ങളും എഴുതിയിട്ടുണ്ട്. ഇതിലേതാവും കൂടുതൽ വിശ്വസനീയം, ഏതാവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ആത്മകഥ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ആത്മകഥ എന്താന്നുള്ളത്. ഒരാള് അയാളെ കുറിച്ച് സ്വയം എഴുതുന്ന ഒന്നാണ് എന്ത്? ആത്മകഥ എന്നുള്ളത്. ഒരാള് കുറിച്ച് മറ്റൊരാള് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിച്ചെഴുതുന്നതാണ് ജീവചരിത്രം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ ആത്മകഥ എപ്പോഴാണ് നമുക്ക് എഴുതാൻ പറ്റുക? എല്ലാം ഒരാൾ ജനിച്ചത് മരണം വരെ ആത്മകഥയിൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഒരു കാലഘട്ടം മുതൽ, അല്ലെ, ചെറിയ കുട്ടിയായിരിക്കുമ്പോഴുള്ള കാര്യങ്ങളൊന്നും മിക്കവാറും നമുക്ക് അറിയില്ലല്ലോ. മിക്കവാറും നല്ല നമുക്കറിയില്ല. അപ്പൊ അതൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ എന്നാണോ ആത്മകഥ എഴുതണത് അന്ന് വരെയുള്ള കാര്യങ്ങളെ അതിൽ പെടും. അതിന് ശേഷമുള്ള കാര്യങ്ങൾ അതിൽ പെടില്ല. പറ്റില്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മകഥ എഴുതാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ആത്മകഥ എഴുതി കഴിഞ്ഞു, പിന്നെ രണ്ടാമത്തെ ഒരു ആത്മകഥ എഴുതണം. എന്നിട്ട് നമ്മൾ 60 വയസ്സിൽ ആത്മകഥ എഴുതി, നമ്മൾ 70 വയസ്സിൽ ജീവിച്ചു. അപ്പൊ 70-ാമത്തെ വയസ്സിൽ വീണ്ടും എഴുതി തുടങ്ങി. അങ്ങനെ ഇതെല്ലാം കൊല്ലം എഴുതാൻ പറ്റില്ല ആത്മകഥ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഈ ആത്മകഥയ്ക്കകത്തുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ അവസാന നിമിഷം വരെ ഈ ആത്മകഥയിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ ജീവചരിത്രം ആകുമ്പോൾ എന്ത് ഗുണമുണ്ട്? നമ്മുടെ ഒരാളുടെ ലൈഫിൽ തുടക്കം മുതൽ, ഇപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചിട്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി അറിഞ്ഞ് എഴുതാൻ കഴിയും. അപ്പൊ അത് കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ജീവചരിത്രത്തിലൂടെ അറിയാൻ പറ്റും ഒരാളുടെ, അതിട്ടില്ല താനും. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാൽ അതിനും കുറെ ന്യൂനതകളുണ്ട്. പക്ഷെ എന്താ ഗുണം? മരണം വരെയുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും. ഈ ആത്മകഥയാണെങ്കിലും ജീവചരിത്രമാണെങ്കിലും ഒരാളെ കുറിച്ച് മാത്രമല്ല കേട്ടാ. നമ്മൾ എപ്പോഴും ചിന്തിക്കാനാണ് ഒരാളെ കുറിച്ചിട്ട് മറ്റൊരാൾ പറയുന്നത്, ഒരാളെ കുറിച്ച് അവനാൻ പറയുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാര്യം കൂടി, ഒരു കാലഘട്ടത്തിന്റെ പറ്റി മനസ്സിലാക്കാൻ, ഒരു കാലഘട്ടത്തെ പറ്റി മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള രണ്ട് കൃതികളാണ്, രണ്ട് സൃഷ്ടികളാണ്, രണ്ട് സാഹിത്യങ്ങളാണ് ഇത്, ആത്മകഥയും ജീവചരിത്രവും. എന്ത് തന്നെ ആയാലും ആത്മകഥയിൽ കാലം മാറ്റി എഴുതാൻ പറ്റില്ല, അതുപോലെ ജീവചരിത്രത്തിലായാലും കാലം മാറ്റി എഴുതാൻ കഴിയില്ല. അപ്പൊ അത് വളരെ കൃത്യമായിട്ടുള്ളൊരു സമൂഹത്തിന്റെ ആ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുന്നതിനും അറിയുന്നതിനും ഏറ്റവും നല്ല ഉപാധിയാണ് ഇത്, ഈ സാഹിത്യ സൃഷ്ടികൾ. ഓക്കെ, പിന്നെ മറ്റു പല ഗുണങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ മുകളിലിട്ട. ഇപ്പൊ ആത്മകഥ ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലെ, പല മഹാന്മാരും ആത്മകഥ എഴുതാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട്, എന്റെ ഒരു ഉദാഹരണയില് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് സമയത്ത് എഴുതാൻ കഴിയാതെ മരിച്ചു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത്രയൊന്നും ആത്മകഥ പോരാ നമ്മുടെ നാട്ടില്, അല്ലെ? പ്രധാനപ്പെട്ട പലരും ആത്മകഥകൾ എഴുതിയിട്ടില്ല. അതിനുള്ള കാരണം തന്നെയാവും കുറച്ച് എഴുതാം എന്ന് വിചാരിച്ചിരിക്കുന്ന സന്ദർഭത്തിലാവും എന്തുണ്ടായിണ്ടാവുക, അവര് വിട വാങ്ങിപ്പോയിണ്ടാവുക, മരണം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ പിന്നെ അത് എഴുതാൻ കഴിയില്ല. അപ്പൊ പിന്നെ അവരുടെയൊക്കെ ജീവചരിത്രങ്ങൾക്കാണ് പ്രാധാന്യം ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ജീവചരിത്രം വേറെ പ്രശ്നമുണ്ട്. ഞാൻ ഒരാളുടെ ജീവചരിത്രം എഴുതി, അതേ ആളുടെ തന്നെ മറ്റൊരാൾ ജീവചരിത്രം എഴുതി. ആ രണ്ടും തമ്മിൽ എന്തുണ്ടാവും? ശൈലിയിലും വാക്കുകളിലും കണ്ടെത്തിയ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ചോദിച്ചൊരാളോടാവില്ല ചിലപ്പോ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ചൊരാളോടാവില്ല ഞാൻ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ഈ ആത്മകഥയ്ക്ക് വിപരീതമായിട്ട് ജീവചരിത്രങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. നേരെ മറിച്ച് ആത്മകഥയുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല. എന്തായിരുന്നു? ഒരാളെ കുറിച്ച് തന്നെ എഴുതുകയാണ്. മറ്റേത് അങ്ങനെയല്ല, ഒരാളെ കുറിച്ച് ആർക്ക് വേണമെങ്കിലും എഴുതാം. ആ ഒരു പ്രശ്നം ഈ ജീവചരിത്രത്തിന് കാണാൻ കഴിയും. അതുപോലെ നേരത്തെ പറഞ്ഞു, വിശ്വാസ്യതയുടെ ഒരു പ്രശ്നം പറഞ്ഞു, അല്ലെ? ജീവചരിത്രം പൂർണ്ണമായി വിശ്വാസയോഗ്യമായിക്കോളം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആ ആള് കണ്ടെത്തിയ വിവരങ്ങൾ, അതുപോലെ തന്നെ അയാളുടെ മനസ്സിൽ ഇയാൾക്കുള്ള സ്ഥാനം, നെഗറ്റീവായിട്ടുള്ള കഥാപാത്രം ആണ് ഉള്ളിലുള്ളതെന്ന് വെച്ചാൽ എന്ത് എഴുതിയാലും നെഗറ്റീവ് ഉണ്ടാവുള്ളൂ, അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ആത്മകഥയാകുമ്പോഴോ, നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു മനസാക്ഷിക്ക് അനുയോജിച്ചതല്ലെങ്കിൽ
ഇഷ്ടംപോലെ നോണ എഴുതി പിടിപ്പിക്കാൻ പറ്റും. നിങ്ങൾ ഒരു സിനിമയെ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കണം. ദിലീപിന്റെ ഒരു പടം കമ്മാര സംഭവം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അതിനകത്ത് പറയുന്നുണ്ട് ചരിത്രം മാറിയത് എങ്ങനെയാന്നുള്ളത്. ദിലീപ് വില്ലനായിരുന്നു അവസാന നിമിഷം. ദിലീപ് അവതരിക്കുന്ന കഥാപാത്രം വില്ലനായിരുന്നു. പക്ഷെ സിനിമ വന്നപ്പോഴോ മഹാനായി പോയി അല്ലെ. ഒരാള് ചരിത്രം എഴുതി അയാളെ മഹാനാക്കുക. പ്രാഞ്ചേട്ടനുകൾ കേട്ടിട്ടുണ്ടാവും. പ്രാഞ്ചേട്ടന് മറ്റേ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ചരിത്രം എഴുതിക്കുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിലും എന്തുണ്ടാവാം, ചരിത്രം ജീവചരിത്രം മാറി വരാം. മനഃപൂർവ്വം ഒരാളെ നന്നാക്കാനും ഒരാളെ മോശക്കാരനാക്കാനും ജീവചരിത്രം കൊണ്ട് സാധിക്കും. നേരെ മറിച്ച് ആത്മഹത്യ കൊണ്ടും സാധിക്കും. പക്ഷെ മറ്റുള്ളവർ സ്വയം കണ്ടെത്തും. അത് അങ്ങനെ പ്രശ്നമുണ്ട്. ആത്മഹത്യ ആകുമ്പോൾ ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ എഴുതുന്നത്. അങ്ങനെ കുഴപ്പം ആത്മഹത്യക്കുണ്ട്. അപ്പോൾ അതല്ല എന്ന് തെളിയിക്കാൻ ഒരുപാട് ആളുകൾ രേഖകളായിട്ട് വരും. ജീവചരിത്രം ആകുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം പെട്ടെന്നില്ല. എന്നെങ്കിൽ തന്നെ അയാളുടെ കുറ്റമല്ലോ, എഴുതിയ ആളുടെ കുറ്റമല്ല. അയാൾക്ക് നേരിട്ട് വലിയ പ്രശ്നം വരുന്നില്ലല്ലോ, അയാളല്ലല്ലോ എഴുതാൻ കാരണക്കാരൻ എന്നുള്ളത് കൊണ്ടൊക്കെ രക്ഷപ്പെട്ടു പോകാം. എന്നിരുന്നാലും വിശ്വാസ്യത വലിയൊരു പ്രശ്നമാണ്. ചരിത്രകാരന്റെ ജീവചരിത്രം എഴുതുന്ന ആളുടെ വിശ്വാസ്യത വലിയ പ്രശ്നമാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഇതിലുണ്ട്. ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പുറത്ത് പറയാൻ ധൈര്യം സാധാരണക്കാർക്ക് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും ആത്മകഥ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾക്കുള്ളിലുള്ള നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ആർജവം കാണിക്കുന്ന കൃതികളാവണം. ഇല്ലെങ്കിൽ എന്ത് എഴുതരുത്, ആത്മകഥ എഴുതരുത്. അപ്പൊ ആത്മകഥയ്ക്കുള്ള പ്രത്യേകത പറഞ്ഞു. അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ, അതിന്റെ ബുദ്ധിമുട്ടുകളും ദോഷങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, അതിന്റെ ന്യൂനതകൾ ഒക്കെ പറഞ്ഞു. ഒരു കാലഘട്ടം വരെ കിട്ടുള്ളൂ. അതിന് ശേഷമുള്ളത് ആ കൃതി എഴുതി കഴിഞ്ഞാൽ പിന്നെന്താവണം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊന്നും. ഞാൻ ഇപ്പോൾ ഒരു 50 വയസ്സിൽ കൃതി എഴുതി, 51ാമത്തെ വയസ്സിൽ എനിക്ക് ലോട്ടറി അടിച്ചു, അത് ആത്മകഥയിൽ ഉണ്ടാവില്ല. ഞാൻ ദിവസമായിട്ടുള്ള മരണം തന്നെയാവും ആത്മകഥയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂട്ടിച്ചേർക്കലുകൾക്ക് എവിടെ സ്കോപ്പില്ല, ആത്മകഥയിൽ സ്കോപ്പില്ല. ജീവചരിത്രങ്ങളാകുമ്പോൾ അത്തരം പ്രശ്നങ്ങളില്ല. അയാളുടെ മരണശേഷം എഴുതിയാൽ മതി എന്നുള്ളത് കൊണ്ട് അങ്ങനെ പോകണം. അപ്പൊ ഇത്രയാണ് ആത്മകഥയും ജീവചരിത്രവും ഉള്ളത്. അപ്പൊ നിങ്ങൾ ഈ പുസ്തകങ്ങളിലൊക്കെ ജീവചരിത്രക്കുറിപ്പൊക്കെ എഴുതാണ്ടാവും പ്രവർത്തനങ്ങളായിട്ട് അല്ലെ. ആത്മകഥ എഴുതാൻ പ്രവർത്തനം തരാറില്ലല്ലോ നിങ്ങളോട്. ആയിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പറയും. അല്ലാണ്ട് ആത്മകഥ എഴുതാൻ പറയണ്ടാവില്ല, പ്രത്യേകിച്ച് മറ്റൊരാളുടെ. അങ്ങനെ ആത്മകഥ ആവില്ലല്ലോ. നിങ്ങൾക്ക് ജീവചരിത്രക്കുറിപ്പൊക്കെ എഴുതാൻ മലയാളത്തിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാവാറുണ്ട് അല്ലെ. ഒരു ചോദ്യം, മലയാളത്തിൽ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക, കുറച്ച് പോയിന്റ്സ് ഒക്കെ തന്നിട്ട്. അപ്പൊ നമ്മളൊരു ആളുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഏറ്റവും മിനിമം അയാളുടെ ജനനം, മരിച്ചിട്ടുണ്ടെങ്കിൽ മരണം, ഇല്ലെങ്കിൽ ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ട് എന്നുള്ള ഒരു കണക്ക്, അയാളുടെ സാഹിത്യകാരന്മാരുടെയൊക്കെ തന്ന ചില പ്രധാനപ്പെട്ട കൃതികൾ, ലഭിച്ചിട്ടുള്ള അവാർഡുകൾ, കുടുംബം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജോലി തുടങ്ങിയ കാര്യങ്ങൾ, അദ്ദേഹം സമൂഹത്തിന് നൽകിയിട്ടുള്ള സേവനങ്ങൾ. വെറുതെ ജീവചരിത്രക്കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് വെറുതെ അവരുടെ ബയോ ഹിസ്റ്ററി മാത്രം എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. അവർ സമൂഹത്തിന് നൽകിയിട്ടുള്ള കാര്യങ്ങൾ, കൃതികളിലൂടെ അവർ പറഞ്ഞിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, അവർ സമൂഹത്തിൽ ജോലി ചെയ്യുന്നെങ്കിൽ ആ ജോലിയിലൂടെ അവരുണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒരു ജീവചരിത്രക്കുറിപ്പ് നിർബന്ധമാണ്. ഓക്കെ. അപ്പൊ ആത്മകഥയും ജീവചരിത്രക്ക് വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കണം. ജീവചരിത്രക്കുറിപ്പുകളുടെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കണം. ഒരു സാമൂഹിക കാലഘട്ടത്തെ പ്രത്യേകതകൾ മുഴുവൻ പഠിക്കാനും ഇത്തരം ശാഖകൾ കൊണ്ട് സഹായിക്കും. ഓക്കെ. ഇപ്പൊ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും താങ്ക്സ്.